കാണുന്നില്ലല്ലോ. കസേരകളെല്ലാം ശൂന്യമാണല്ലോ. ഇനി നമുക്ക് മുമ്പേ അവർ അകത്തു പോയി കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും പ്രായശ്ചിത്തവും മൂലം നാം നേടിയെടുത്തതാണ് ഈ സുദിനം. അതിനാൽ തന്നെ ഒരിക്കലും നമുക്ക് കൈവിട്ടു പോകില്ല ഈ അസുലഭ മുഹൂർത്തം. എങ്കിലും മറ്റു പേരെ കൂടി കാണുവാനുണ്ടല്ലോ. ഇനി അവർ വരാതിരിക്കുമോ എന്തോ എനിക്ക് ആകെ ഭയം തോന്നുന്നു. ഒരിക്കലും ഭയക്കേണ്ടതില്ല പ്രിയരെ. നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നാം കൃത്യസമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ധൈര്യമായിരിക്കുവേ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം പറ്റി നിരാശരായി നമുക്ക് മടങ്ങേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കുവാനായി പ്രിയൻ വരും വരെ നമുക്ക് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. തളർന്നു. എത്ര നേരമായി ഞാൻ അളവ് വിളിക്കുന്നു. നിന്റെയൊക്കെ ചെവിയിൽ എന്തുവാ? അയ്യോ, ഞാൻ കേട്ടില്ലടി. ആട്ടെ, നീ എന്താ താമസിച്ചത്? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇതെന്ത് കൂട്ടാ ഇത്? ഇന്നിവിടെ ഗാനമേളയും ഉണ്ടോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെയൊക്കെ ആയിട്ട് വന്നേനെ. ശേ, അറിഞ്ഞില്ലല്ലോ. അവർ വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ അണിഞ്ഞു വന്നിരിക്കുന്നത്. അല്ലടി, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്ന മറ്റു രണ്ടുപേരെ ഇനിയും കണ്ടില്ലല്ലോ. പിന്നെ എന്തായിരുന്നു നിന്റെ ഹസ്ബൻഡിന്റെ ജോലിക്കാര്യം? വല്ലതും ശരിയായോ? ഓ, ഒന്നും ആയില്ലെന്നേ. അങ്ങേർക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. ഏതു നേരവും ഒരു ഫോൺ എടുത്തു വെച്ച് ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റിങ്ങും ഡൗൺലോഡിങ്ങും തന്റെ പണി. സത്യം പറഞ്ഞ അതിയാൻ കാരണമാണ് ഞാനിങ്ങോട്ട് വരാൻ താമസിച്ചത് തന്നെ. അല്ലേ, ഈ ആണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? നീ എന്താടി ഇത്രയും താമസിച്ചത്? ഓ, ലോങ് ടൈം കഴിഞ്ഞ് ഓടിപ്പിടഞ്ഞുള്ള വരവാടി. നഴ്സിംഗ് ഹോമിലെ ജോലിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നടു ഒടിയുന്ന പണി തന്നെ. വീട്ടിൽ വന്നാലോ വല്ല സ്വസ്ഥതയും കിട്ടുമോ? അവിടുത്തെ